ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ ഇങ്ക് സ്പ്ലാഷ് എഫക്റ്റ് വെച്ചിട്ടുള്ള ഒരു എഡിറ്റാണ്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ ഇരുന്ന് കാണാം കേട്ടോ. ഈ ഒരു എഫക്റ്റ് കിട്ടാൻ വേറെ എവിടെയും പോകണ്ട, യൂട്യൂബിൽ തന്നെ പോയാൽ മതി. എന്നിട്ട് ഇങ്ക് സ്പ്ലാഷ് എഫക്റ്റ് എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് അത് ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ നിന്ന് സേവ് ഫോം നെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അതിൽ നിന്ന് യൂട്യൂബ് വീഡിയോസൊക്കെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് കേട്ടോ. ഞാനും അതിൽ നിന്നാണ് ഡൗൺലോഡ് ചെയ്തത്. അടുത്തത് നമുക്ക് വേണ്ടത് ലാൻഡ്സ്കേപ്പ് മോഡിലുള്ള ഫോട്ടോ ആണ് കേട്ടോ. ലാൻഡ്സ്കേപ്പ് മോഡ് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യാൻ പോകുന്നത് യൂട്യൂബിൻ്റെ ക്യാൻവാസ് ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻഷോട്ട് ആപ്ലിക്കേഷൻ എടുക്കുക, വീഡിയോ എടുക്കുക, ന്യൂ എടുക്കുക, ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. എന്നിട്ട് ക്യാൻവാസ് യൂട്യൂബിൻ്റെ സൈസിലോട്ടാക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ആ വീഡിയോ ക്ലിപ്പ് ഞാനൊരു 17 സെക്കൻഡ്സ് ആണ് വെക്കുന്നത്. നിങ്ങൾക്ക് എത്ര നേരം വേണോ അത്ര നേരം വെക്കാവുന്നതാണ്. അടുത്ത് നമുക്ക് PIP എന്ന ഓപ്ഷനിൽ നിന്ന് ഫോട്ടോ സെലക്ട് ചെയ്യാം, ലാൻഡ്സ്കേപ്പ് മോഡിൽ കേട്ടോ. ലാൻഡ്സ്കേപ്പ് മോഡ് ഇത്ര എടുത്ത് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീഡിയോയ്ക്ക് കുറച്ച് ഭംഗിയുണ്ടാവും കേട്ടോ. അങ്ങനെ ഞാൻ 3 ഫോട്ടോസ് വെച്ചിട്ടാണ് ഈ ഒരു എഡിറ്റ് ചെയ്യുന്നത്. എന്തായാലും ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണാൻ മറക്കല്ലേ കേട്ടോ. ഞാൻ 3 ഫോട്ടോസൊക്കെയാണ് സെലക്ട് ചെയ്യണേ. എത്ര ഫോട്ടോസും വേണമെങ്കിൽ ഇതിൽ സെലക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഇത് എൻ്റെ ഉണ്ടായിരുന്ന ഫോട്ടോ അല്ല, പക്ഷെ ഞാൻ പോസ്റ്റ് ചെയ്തേന്ന് സ്ക്രീൻഷോട്ട് എടുത്തതാണ്. അതാണ് അവിടെ ഒരു വോയിസ് ബട്ടൺ കാണുന്നത് കേട്ടോ. ഇനി അടുത്തത് PIP ഓപ്ഷൻ എടുക്കുക, വീഡിയോ എടുക്കുക. എന്നിട്ട് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആ ഇങ്ക് സ്പ്ലാഷ് എഫക്റ്റ് ഉണ്ടല്ലോ, അതങ്ങ് പേസ്റ്റ് ചെയ്യുക കേട്ടോ. അത് വരുന്ന ഭാഗം മാത്രം മതി കേട്ടോ, ഫുൾ ഭാഗം വേണമെന്നില്ല. അപ്പോൾ വേണ്ടാത്ത ഭാഗം നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ വേണ്ടാത്ത ഭാഗം ഡിലീറ്റ് ചെയ്തതിന് ശേഷം ആ വീഡിയോ ക്ലിപ്പ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ബ്ലെൻഡ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ വന്നിട്ട് 3ാമത്തെ ഓപ്ഷനായ ഡോട്ട്സ് എടുക്കുക കേട്ടോ, DODGE. അത് ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ കൊടുക്കാവുന്നതാണ്. എന്നിട്ട് ഈ സെയിം പ്രൊസീജിയറാണ് സെക്കൻഡ് ആൻഡ് തേർഡ് ഫോട്ടോക്കും ചെയ്യണത്. അതിന് നമ്മൾ വീണ്ടും PIP ഓപ്ഷൻ എടുത്ത് ഗാലറി പോയി അങ്ങനെ വേണ്ട. ആ സെയിം സ്പ്ലാഷ് എഫക്റ്റ് ഒന്ന് ഓണാക്കിയതിന് ശേഷം ഡ്യൂപ്ലിക്കേറ്റ് എന്നുള്ളത് ചൂസ് ചെയ്താൽ മതി കേട്ടോ. ഇനി നമുക്ക് പാട്ട് സെലക്ട് ചെയ്യാം. പാട്ട് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു സൈറ്റിൽ നിന്ന് അതിൻ്റെ ലിറിക്സ് ഒന്ന് കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഏതാ വേണ്ടത് വെച്ചാൽ ആ പാട്ടിനുള്ള ലിറിക്സ് ഗൂഗിളിൽ പോയിട്ട് സെർച്ച് ചെയ്തിട്ട് കോപ്പി ചെയ്യുക. എന്നിട്ട് ഇൻഷോട്ടിൽ വന്നിട്ട് പേസ്റ്റ് ചെയ്യുക. ഇതിൽ കുറേ വേറെ ഫോൺ സ്റ്റൈലും ഫോൺ കളേഴ്സും ഒക്കെ ഉണ്ട്. ഞാൻ അതൊന്നും കൊടുക്കുന്നില്ല, ബ്ലാക്ക് തന്നെയാണ് ചൂസ് ചെയ്യണത്. എന്നിട്ട് ട്രാൻസിഷൻ എടുക്കുന്നുണ്ട്. ഫസ്റ്റ് ട്രാൻസിഷനാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ എഡിറ്റിംഗ് വീഡിയോസിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടതായിരിക്കും, അതിൽ കയറി ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ ഫുൾ വീഡിയോ ഞാൻ മ്യൂസിക് ഉൾപ്പെടെ താഴെ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് നോക്കിയിട്ട് വരിക കേട്ടോ.